നേരം രാത്രിയായല്ലോ ലച്ചു. സിറ്റിന്ന് വന്നത് കാറിലാണോ? അല്ല തിരുമേനി, ബസ്സിലാ വന്നത്. തനിച്ചാണോ വന്നത്? അതെ തിരുമേനി. ലച്ചു, ഇനി എങ്ങനെയാ പോകുന്നത്? ഇന്ന് തച്ചിലെടുത്ത് തങ്ങുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തിരുമേനി. ഇനിയിപ്പോ സിറ്റിയിലേക്ക് പോകാൻ വണ്ടിയൊന്നും കിട്ടില്ലല്ലോ. ഇവിടുത്തെ ക്ഷേത്ര ഓഡിറ്റോറിയത്തില് രാത്രി കഴിച്ചുകൂട്ടാൻ സൗകര്യം ഉണ്ടാവില്ലേ തിരുമേനി? ആളുകൾ അവിടെ കഴിയാറുള്ളതല്ലേ. ഇവിടെ കഴിച്ചുകൂട്ടി രാവിലെ പോവാന്നാ ഞാൻ കരുതുന്നത്. നാളത്തെ പൂജയ്ക്ക് ഒരു കൂട്ടർ കുറച്ച് ദൂരേന്ന് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരിവിടെ രാത്രി തങ്ങുന്നുണ്ടെന്നാ കേട്ടത്. ലച്ചുവിനവിടെ കഴിയുന്നെങ്കിൽ ആവാം. പിന്നെ പുറത്തു നിന്നുള്ള യാചകർ ഓഡിറ്റോറിയത്തിൽ വന്ന് കിടക്കാറുണ്ട്. ഒരു ശ്രദ്ധ വേണം. നാടോടി സ്ത്രീകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഹലോ, ആരാ? ഞാനാ പ്രസിഡന്റ്, ബേക്കറി നടത്തുന്ന കനകൻ. ഓ, എന്താ കനക? ലച്ചു ഇവിടം വിട്ട് പോയിട്ടില്ല. ഞാൻ അവളെ കണ്ടു. എവിടെ വെച്ചാ കനകൻ അവളെ കണ്ടത്? ക്ഷേത്രത്തിൽ ലച്ചു ഉണ്ട്. അവള് തനിച്ചേ ഉള്ളൂ. അത് നിനക്കെങ്ങനെ അറിയാം? അവളുടെ കൂടെ അവനുണ്ടാവും. ഇല്ല പ്രസിഡന്റ്, ഇന്ന് അവൾ ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടി. നാളെ പോകാനാ തീരുമാനം. തിരുമേനിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ അപ്പൊ തന്നെ പോയി. കൂടെ അവനുണ്ടെങ്കിൽ അവൾ എന്തിന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ കിടക്കണം? ലോഡ്ജിൽ റൂമെടുത്താ പോരെ? അവളുടെ നീക്കങ്ങൾ വാച്ച് ചെയ്ത് കനകൻ എന്നെ അറിയിക്കേ. അവൻ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കണം. അത് ഞാൻ ഏറ്റു പ്രസിഡന്റ്. അവള് പോയിട്ടില്ല അല്ലേ? ഇല്ല, അവൾ ഇതിനകത്ത് ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടാനാ പോകുന്നത്. അവന്റെ കൂടെ അല്ലേ അളിയാ പോയത്? അവനും കൂടെ കാണും. അവന് അവൾ ഒന്നിച്ചല്ലടാ കഴിയുന്നത്. അവന്റെ കൂടിയുമല്ല അവള് വന്നത്. ഈ കുഞ്ഞൂട്ട് ക്ഷണിച്ചിട്ടാവാൻ വന്നത്. സത്യത്തിൽ അവൾ എവിടെയുണ്ടെന്ന് അവൻ ഇപ്പോഴും അറിയില്ല. അവൻ ഇവിടെ കാണിച്ചതൊക്കെ വെറും ഷോയാ. അവളെ ക്ഷേത്രത്തിൽ വിട്ട് അവൻ പോയത് തന്നെയാ. നാളെ എഴുന്നേറ്റ് പോകാൻ അവളുടെ പ്ലാൻ. നാളെ അവള് പോകില്ലടാ. ഇന്ന് രാത്രി ഓടിച്ചോടുത്തുനിന്ന് എനിക്ക് അവളെ പൊക്കണം. അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ? അവിടെ വേറെ ആൾക്കാരുണ്ടാവും. അതെനിക്കും അറിയാമടാ. രാത്രി കുറെ ചെന്ന നാട്ടുകാരെ അവിടെ ആരും ഉണ്ടാവില്ല. കുറെ ഭിക്ഷക്കാരും ദൂരേന്ന് വന്ന ഏതാനും പേരും കാണും. വായ പൊത്തിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുപോയാ ആരും അറിയാനൊന്നും പോകുന്നില്ല. ഇനി അഥവാ ഒച്ച ഉണ്ടാക്കിയാൽ തന്നെ ആരും അനങ്ങില്ല. ജീവന് കുതിര താരാടവുള്ളേ, അതും വരുത്തന്മാര്. അളിയൻ തീരുമാനിച്ചോ? ഈ അവസരം ഞാൻ പാഴാക്കി കളയണോ? ഇനി ഇതുപോലൊരു ചാൻസ് ഉണ്ടാവാനും പോകുന്നില്ല. അളിയൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും വിളിക്കേ. നമ്മുടെ മുമ്പിൽ നിന്ന് ഇത് ചെയ്യാൻ പാടില്ല. രാത്രി തന്നെ അവളെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ട് രാവിലെ നമ്മൾ വീട്ടിലുണ്ടാവണം. ഇവിടെ കഴിയാൻ തന്നെയാണല്ലേ നിന്റെ തീരുമാനം? രാത്രിയിലൊരു വണ്ടി ഉണ്ടെന്നറിഞ്ഞോ? നീ അതിൽ പോയി കാണുമെന്നാ കരുതിയത്. എങ്കിലും ഒരു ഉറപ്പില്ലാത്തോണ്ട് ഇവിടം വരെ വന്നിട്ട് പോന്ന് വെച്ചാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ. നീ എന്തായാലും ഇവിടെ കഴിച്ചു കൂട്ടണ്ട. ലോഡ്ജിലേക്ക് വാ. തൊഴാമെന്ന വേറെ ആളുകൾ അവിടെയുണ്ട്. നിനക്ക് ഞാൻ അവിടെ ഒരു റൂം എടുത്തു തരാം. അല്ല, കൂട്ടുകാരൻ അവിടെ ഇരിക്കല്ലേ? അവനെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ബാഗ് എടുത്തിട്ട് വാ. ഇല്ല, ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? ഇവിടെ എല്ലാവർക്കും എന്നെ അറിയാം. ലോഡ്ജിൽ വന്ന് താമസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്.
ഇവിടെ ആവുമ്പോ അങ്ങനൊരു ബുദ്ധിമുട്ടുമില്ല. പോയിക്കോളൂ, ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിനക്ക് ഈ നാട്ടിലൊരു വീടുണ്ടായിട്ടും ഇവിടെ കഴിയുന്ന കണ്ട ആരും ഒന്നും പറയില്ലേ? ഇനി ഇവിടെ ആരും വരില്ല. ആരെങ്കിലും വന്നാ ഒരു രാത്രി ഇവിടെ കഴിഞ്ഞുകൂടാന്ന് ഞാൻ നേർച്ച നേർന്നാന്ന് പറഞ്ഞോളാം. ഇവിടെ കിടക്കുന്നവരൊക്കെ അങ്ങനെ വന്നവരല്ലേ. അപ്പൊ നീ വരില്ലാന്ന് തന്നെ തീരുമാനിച്ചോ അല്ലേ? ലച്ചു എന്തേലും കഴിച്ചോ? തിരുമേനി കുറച്ച് പായസം തന്നിരുന്നു, അത് കഴിച്ചു. ഞാനിവിടെ കഴിയുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. കഴിച്ചാലും ഇല്ലെങ്കിലും ഇത് വാങ്ങ. നീ പോയില്ലെങ്കിൽ നിനക്ക് തരാനായിട്ട് വാങ്ങിയതാ. വാങ്ങാനല്ലേ പറഞ്ഞത്? അത് കഴിക്കുക. അതാ അവൾ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിക്കുക. അവൾ ഉറങ്ങുന്നത് വരെ ഇവിടെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ അവളെ പൊക്കാം. നമ്മളെ തടയാൻ ഇവിടെ ആര് വരാനടാ? വാ. മിണ്ടാതെ എണീറ്റ് വാടി. സീനുണ്ടാക്കിയ കൊന്നുകളയും. എണീക്കണേ. അളിയ, ലച്ചുണ്ട് കൂടെ അവനുണ്ട്. അവൻ പോയി നല്ല പറഞ്ഞത്. വിട്ടേക്കളിയാ, രക്ഷപ്പെടുന്നത് നമുക്ക് നല്ലത്. കേരളയാ, നമ്മൾ ഇവിടെ നിൽക്കുന്ന ആപത്താ. നമ്മളെ കണ്ട അവൻ വീട്ടിൽ കയറി തല്ലും. വാ, കേറി ഇങ്ങോട്ട്. വേഗം വണ്ടിയെടുക്ക. എന്തേലും പറ്റിയോ? അതെ, അവരോട് ചോദിക്കേണ്ടതാ. അവരൊക്കെ ആരാ? ഞാനെങ്ങനെ അറിയാനാ? അവരെ നിനക്കല്ലേ അറിയൂ. നീയല്ലേ ഈ നാട്ടുകാരി. ഇവിടെ ഒന്നും പേടിക്കാനില്ല, ദേവി കാത്തോളും എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? പിടിച്ചോണ്ട് പോവാൻ ആള് വന്നില്ലേ? ദേവി എന്നെ കാത്തല്ലോ. അതല്ലേ ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ മനസ്സ് വന്നത്. ഞാൻ വന്നതിന്റെ ക്രെഡിറ്റ് ദേവിക്ക് തന്നെ കൊടുത്തു. എനിക്കറിയായിരുന്നു നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ലക്ഷ്യം വെച്ച് നരേന്ദ്രന്റെ ആൾക്കാർ വരുമെന്ന്. അവരെ അവൻ തന്നെ അയച്ചത്. ആ കാറിൽ അവനുണ്ടായിരുന്നു. പിടിതരാതെ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇനി ഒരു വഴക്കിനും പോവണ്ട. ആര് പോകുന്നു?
ഈ നാട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എനിക്ക്. ചേച്ചി ഗുരുവായൂർക്ക് പുറപ്പെട്ടോ? നീ മിണ്ടരുത്. നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഞാൻ ഈ അനുഭവിക്കുന്ന വേദന നിനക്കറിയില്ല. ഞാൻ ചേച്ചി വിളിക്കാൻ കുറെ ശ്രമിച്ചതാ. ഇവിടെ ഫോണിന് റേഞ്ച് കിട്ടുന്നില്ല. ദൈവമേ, അപ്പൊ നീ തിരിച്ചെത്തിയില്ലേ? ഞാനിപ്പോ പെരുവണ്ണാപുരം ദേവീക്ഷേത്രത്തിലാ. ഒരു രാത്രി ഇവിടെ താമസിച്ച് പ്രാർത്ഥന നടത്തിക്കൊള്ളാന്ന് ഒരു അപേക്ഷയുണ്ടായിരുന്നു. അതിനൊരു സാഹചര്യം ഉണ്ടായി. നീ എന്തൊക്കെയായി പറയുന്നത്? രാത്രി ക്ഷേത്രത്തിൽ അന്തി ഉറങ്ങാനോ? ഇവിടെ എന്നെ പോലെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചേച്ചിക്ക് ഒരു ഫോട്ടോ എടുത്ത്. ഞാനിവിടെ സുരക്ഷിതയാ ചേച്ചി. ലോകത്തൊരിടത്തും എനിക്കിതുപോലൊരു സുരക്ഷ കിട്ടില്ല. എന്റെ കൂടെ എന്റെ ദൈവം കാവലായിട്ടുണ്ട് ചേച്ചി. സങ്കടമുണ്ട്. ഹോട്ടൽ മുറിയില് സുഖമായിട്ട് മെത്തേല് കിടന്നുറങ്ങേണ്ട ആളാ ഇവിടെ തണുത്ത നിലത്ത് വന്ന് കിടക്കുന്നത്. എന്നോട് പൊറുക്കണേ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ ദുരിതം ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കേണ്ടി വന്നത്. പോകുന്നതിന് ക്ഷമിക്കണം. അങ്ങ് വീടെത്തും മുമ്പ് എനിക്ക് ആ വീട്ടിലെത്തേണ്ടതുണ്ട്. നിന്റെ കഷ്ടകാലമൊക്കെ കഴിയാറായി മോളെ. മുത്തശ്ശിയുടെ സുന്ദരക്കുട്ടിയെ കെട്ടിക്കൊണ്ടു പോവാൻ ദൂരേന്നൊരു രാജകുമാരൻ വരും. മുത്തശ്ശി പറഞ്ഞത് സത്യം. നിങ്ങൾ ശരിക്കും ഒരു രാജകുമാരൻ തന്നെയാ. പക്ഷെ എന്റെ അല്ല, എന്റെ ചേച്ചിയുടെ രാജകുമാരൻ. ദിവാകരൻ എന്ന അയാളുടെ പേര്. വീടടുത്താ ഒന്ന് കേറിയിട്ട് പോകുന്ന അയാളും ഭാര്യയും നിർബന്ധിച്ചപ്പോ
അടുത്താണെന്ന് കരുതി ഞാൻ പോയതാ. 10 കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിലേക്ക്. ഓ, അവിടെ എത്താൻ 100 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത അനുഭവമായിരുന്നു. ഓട്ടോ മാത്രം പോകുന്ന ഒരു ചെറിയ വഴിയാ. ഞാനും ദിവാകരേട്ടനും നാടൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോ രാത്രിയായി. എന്നിട്ട് രാത്രി യാത്ര നടക്കില്ല എന്ന് അറിഞ്ഞോണ്ടാ നിന്നോട് റൂം എടുക്കാൻ പറഞ്ഞു. ആ വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്തോണ്ട് രാത്രി ഭക്ഷണത്തിന് അവര് നിർബന്ധിച്ചു. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞാ വന്നത്. രാത്രിയിൽ ഫുഡ് വാങ്ങാൻ താഴെ ഇറങ്ങിയപ്പോ ദിവാകരേട്ടൻ ഓട്ടോയുമായിട്ട് താഴെയുണ്ട്. അവര് ഭക്ഷണം തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് കെഞ്ചുവാ. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ? എടാ, അവിടെ ചെന്നിട്ട് രാത്രി തന്നെ തിരിച്ചു വരവ് നടക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങോട്ട് നീ ഡ്രൈവ് ചെയ്തല്ലേ, തിരിച്ച് നീ തന്നെ ഡ്രൈവ് ചെയ്യും. നീ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ റിസപ്ഷനിൽ പറഞ്ഞിട്ട് ഞാൻ പോയത്. സത്യത്തിൽ ഇന്നലെ സംഭവിച്ചത് അതാ. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും ഈ സ്വരം ഒന്ന് കേൾക്കാൻ കഴിഞ്ഞല്ലോ. സോറിഡോ, ഇന്നലെ സച്ചി എന്നെ കൂട്ടിക്കൊണ്ടുവന്നൊരു ട്രാപ്പിലാക്കി കളഞ്ഞു. ഫോണിലെ റേഞ്ച് പോലും ഇല്ലാത്ത ഒരു മലയുടെ മുകളിലെ ഈ സ്ഥലം. വെറുതെ അല്ലല്ലോ, രണ്ടാൾക്കും ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാനല്ലേ. ഞാൻ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഫോണിലാരെ ബന്ധപ്പെടാൻ പറ്റിയില്ല. അത് വിടെ, വിശേഷം വല്ലതും അറിഞ്ഞോ? അതെന്ത് ചോദ്യ? മല ഇറങ്ങി വന്നപ്പോ ആദ്യത്തെ കോളാ നിന്റേത്. എങ്കി ഞാൻ തന്നെ ആ വിവരം ആദ്യം അറിയിക്കാം. നമ്മുടെ മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഹാപ്പി ന്യൂസ് ആണല്ലോ. എന്നാ ഡേറ്റ്? അടുത്ത മാസം 18-ന്. നീ തമാശ പറയണോ? വിശ്വസിക്കാവോ? സത്യവാ സഞ്ജു, മുത്തശ്ശന ഡേറ്റ് കുറിച്ചത്. ഇന്നലെ ഞങ്ങൾ എല്ലാരും മംഗലശ്ശേരിയിലുണ്ടായിരുന്നു. സഞ്ജു ഇല്ലാത്തത് മിസ് ചെയ്തു. ഞാൻ വരുമല്ലേ. ഇനി ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ. ശരിക്കുള്ള പിരിമുറക്കം ഇനിയാ. ഞാൻ ആകെ എക്സൈറ്റഡാ. ഞാനൊന്ന് ഉച്ച കഴിഞ്ഞെത്തും. നമുക്കിന്ന് നേരിട്ട് കാണാൻ ശ്രമിക്കാം. ഡ്രൈവിംഗിലാണോ? അതെ. എന്നാ സഞ്ജു വെച്ചോ, സിറ്റിയിൽ എത്തി ഉടനെ വിളിക്കണേ. വിളിക്കല്ല, കാണുകയും ചെയ്യും. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്താലോ? ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഉറപ്പായും വേണം. മാനായി ഒരു വീട്ടുജോലിക്കാരി ഉള്ളതുകൊണ്ട് എനിക്കെന്ത് തലവേദന ഉണ്ടാക്കാനാ? ദിനേശ് അങ്കിളിന് അമ്മൂനെ പേടിച്ചേ പറ്റൂ. അവളിരിക്കാൻ പറഞ്ഞ ദിനേശ് അങ്കിള് മുട്ടും വിറച്ചുകൊണ്ടിരിക്കും. നീ ആരെ പറ്റിയാ പറയുന്ന നിനക്കറിയോടാ? നിന്നെ സഞ്ജു തലേ കയറ്റിക്കൊണ്ട് നടക്കുന്നു കരുതി എന്നോട് കോർക്കാൻ വന്നിട്ടുണ്ടല്ലോ. 2 കാലേ നീ നടക്കില്ല. അമ്മൂനെ ഞാൻ പേടിക്കാൻ അവൾ ആരാടാ? ഒരു പീറ പെണ്ണ്. പിന്നെന്തിനാ പിണങ്ങിപ്പോയ ദിനേശ് അങ്കിള് വാലും ചുരുട്ടി തിരിച്ചു വന്നത്? കാവേരിപ്പിച്ചിട്ട് സങ്കടം സഹിക്കാതെ അമ്മു ദിനേശ് അങ്കിളിനെ വിളിച്ചിട്ടല്ലേ? ഇവനെ ചവിട്ടി ഒതുക്കിയേ തീരൂ. എന്താ തല്ലുന്നില്ലേ? ഞാൻ തിരിച്ചു വന്നതേ എന്റെ ഭാര്യ ഈ വീട്ടിൽ ഉള്ളതുകൊണ്ടാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ. ആ പെണ്ണും നീയും തമ്മിലുള്ള ചുറ്റിക്കളി വൈകാതെ തന്നെ ഇവിടെ ഉള്ള എല്ലാവരും അറിയും. നിന്റെ പെങ്ങള് നാടകം ദിനേശൻ പൊളിക്കൂടാ. 2 ഞാൻ പുറത്താക്കും. ദിനേശൻ പറഞ്ഞതാ. അമ്മു എന്നും എനിക്ക് എന്റെ പെങ്ങള് തന്നെയാ. പിന്നെ ദിനേശ് അങ്കിള് ഞങ്ങളെ പുറത്താക്കുമ്പോ ആഭരണം കൂടി ഇങ്ങ് തന്നേക്കണേ. അമ്മൂനെ അടിച്ചിട്ട് തട്ടിയെടുത്ത ആ സ്വർണത്തിന്റെ കാര്യമാ. അമ്മൂന് ജീവിക്കാൻ അത് മാത്രമേ ഉള്ളൂ. അത് വാങ്ങിയേ ഞാനും അമ്മു എന്തായാലും ഇവിടുന്ന് പോവും. കാവേരിയപ്പച്ചിയുടെ കയ്യിലും അമ്മുവിന്റെ വളകളുണ്ടെന്ന് അമ്മു പറഞ്ഞിരുന്നു. അത് തിരിച്ചു വാങ്ങാൻ ദിനേശങ്ങൾ കുറെ കഷ്ടപ്പെടും. ഇവന് പിണക്കാതിരിക്കുന്നതാണ് നല്ലത്. അടവ് മാറ്റണം. അവള് പറഞ്ഞ നുണക്കഥകൾ നീ വിശ്വസിക്കുകയാണോ? അവളെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കറിയോ? സ്ത്രീക്കുട്ടിക്ക് പോലും അറിയില്ല അമ്മുവിന്റെ കഥകൾ.
കള്ളോടാ അവള് നിന്നോട് പറഞ്ഞത്. അല്ലെങ്കിലേ അവളെന്താ കാവ്യയോട് പറയാത്തത്? അവര് തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ? നീയേ ഒരു പാവം ആയതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചു. അവള് ഒന്നാം തരം തട്ടിപ്പുകാരിയാ. നീ അവളെ വിശ്വസിക്കരുത്. അവളിനി വരുവെന്ന് പോലും അറിയില്ല. എടാ, നമ്മളെന്ന് ഈ വീട്ടിലുള്ളവരല്ലേടാ. ഇനി ഇതേ വിളിയുമായി മറ്റൊരാളും കൂടി വരും. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ സ്നേഹിക്കുന്നവരാരും എനിക്കൊരു പരിഗണനയും തരുന്നില്ലെന്ന്. കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ അന്യായിട്ടല്ല കണ്ടത്, എന്റെ മോളായിട്ടാ. ഞാൻ പ്രസവിച്ച ഒരു മോനും എനിക്കുണ്ട്. നിങ്ങൾ രണ്ടും ഇന്നലെ ഈ വീട്ടിൽ നിന്ന് പോയതാ. അവനോ നീയോ എന്നെ വിളിച്ചൊരു വാക്ക് പറഞ്ഞില്ല. അവൻ ഇന്നലെ പകലും രാത്രിയും എവിടെയായിരുന്നു എനിക്കറിയില്ല. അവന്റെ വിവാഹ തീയതി കുറച്ച് ദിവസമായിരുന്നു ഇന്നലെ. അതുപോലെ അവൻ അറിഞ്ഞില്ല. രാവിലെ പുറപ്പെട്ടു എന്നുള്ള വിവരം വിളിച്ചറിയിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു എന്ന് ദൈവത്തിനെ അറിയൂ. വന്നു പറയാൻ പോകുന്നത് വിശ്വസിച്ചല്ലേ പറ്റൂ. ഇനി നിനക്ക് പറയാനുള്ളത് കേക്കട്ടെ. മുത്തശ്ശിയുടെ ചടങ്ങ് വീട്ടിൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. വൈകിട്ട് ക്ഷേത്രത്തില് പൂജ നടത്താൻ വന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാ അവിടെ കഴിച്ചു കൂട്ടിയത്. ഫോൺ വിളിക്കാൻ റേഞ്ച് ഇല്ലായിരുന്നു അമ്മേ. ചേച്ചി അമ്മയും വിളിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചതാ. ഒരു തവണ ചേച്ചിയെ വിളിച്ചപ്പോ സംസാരിക്കാൻ പറ്റി, പിന്നെ വിളിക്കാനും പറ്റിയില്ല. നിന്റെ വിവരങ്ങളൊക്കെ ശ്രീകുട്ടിയെ വിളിച്ച് ഞാൻ അറിഞ്ഞു. ഞാനമ്മയെ മനഃപൂർവ്വം വിളിക്കാത്തതെന്ന് അമ്മ കരുതല്ലേ. രാജുവിനെ വിളിക്കാനും ഞാൻ പലവട്ടം ശ്രമിച്ചതാ. നിന്റെ നാട്ടിൽ ഞാൻ വന്നിട്ടുള്ളതല്ലേ, എനിക്കതറിയാം. വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ലമ്മേ. ക്ഷേത്രത്തിലൊരു പെണ്ണ് രാത്രി തനിച്ച് കഴിച്ചു കൂട്ടുക പ്രയാസമുള്ള കാര്യം തന്നെയാ. എന്ത് പൂജയാണെങ്കിലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. വേറെയും ഭക്തരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളിച്ച വിളിയേക്കുന്ന ദൈവം കൂട്ടിനില്ലേ അമ്മേ. ഇത് അമ്മയുടെ മോന് വേണ്ടി നടത്തിയ മൃത്യുഞ്ജയ പൂജയുടെ പ്രസാദമാ. അമ്മയ്ക്കൊരു അർച്ചനയും നടത്തിയിട്ടുണ്ട്. സന്തോഷായി മോളെ. നിന്റെ ഭർത്താവിന് വേണ്ടിയുള്ള പൂജയ്ക്കിടയിൽ എന്റെ മോന്റെ കാര്യം മറന്നു പോകുന്ന ഞാൻ കരുതിയത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മു. രാത്രിയിൽ എന്താ സംഭവിച്ചത്? സഞ്ജു അമ്മുനെ അന്വേഷിച്ച് വന്നാണോ? ഭക്ഷണവും വാങ്ങിയ വന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പൂജ പൂർത്തിയാക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ദേവി എനിക്ക് തന്ന സൗഭാഗ്യമായിരുന്നു അത്. അദ്ദേഹം ഉണരും മുമ്പേ ഞാൻ അവിടുന്ന് പോന്നു. എന്നിട്ടും വഴിയിൽ വെച്ചെന്നെ തെരയുന്നത് കണ്ടു. അവരെന്റെ ബസിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ചാ ഞാനിവിടെ എത്തിയത്. താലി കെട്ടിയ പെണ്ണിനെ അവന് വീട്ടിലോ കാണാൻ പറ്റുന്നില്ല. അവളെ കാണാൻ എങ്ങനെങ്കിലും ഒരു അവസരം ഉണ്ടായല്ലോ. ഞാൻ നാട്ടിലേക്ക് പോയ കാര്യം രാജുട്ടൻ രണ്ടുപേരോടും പറയരുതേ.
ഞാനായിട്ട് പറയാനൊന്നും പോകുന്നില്ല. പിന്നെ സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണ തീയതി കുറിച്ചു. അതിനു വേണ്ടിയല്ലേ എല്ലാരും കാത്തിരിക്കുന്നത്? അടുത്ത മാസം 18-നാ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആർഭാടപൂർവ്വമുള്ള കല്യാണമോ. അതിനു മുന്നേ എന്റെ പൂജ പൂർത്തിയാവും. ഞാൻ പോവുകയും ചെയ്യും. വിളക്ക് വെക്കാൻ നേരായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ രാജുവേട്ടാ. അമ്മയ്ക്ക് ചായ കൊടുക്കണേ. കൂട്ടുകാരൻ എവിടെ? അവനെ ഓഫീസിൽ വിട്ടു. ദേവി കാത്തു. ഇന്നലെ ഇന്നുമായി ഞങ്ങൾ എവിടായിരുന്നെന്ന് അമ്മൂനറിയോ? എന്തോ ബിസിനസ് കാര്യത്തിന് പോയതാണെന്ന് ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. എന്നാ ഞങ്ങൾ പോയതേ അതിനൊന്നിനുമല്ല. അമ്മൂനോട് മാത്രം ഞാനത് പറയാം. ഇവിടെ ആരും അത് അറിയരുത്. പാവം കൂട്ടുകാരൻ. എവിടെയാ പോയത്? അമ്മുവിന്റെ നാട്ടിലെ ആ ക്ഷേത്രത്തിൽ. ഓ, ഇന്നലെ അവിടെ ഒരു ലോഡ്ജിലാ ഞങ്ങൾ താമസിച്ചത്. എന്നിട്ട് പൂജ ചെയ്തോ? ചെയ്തല്ലോ. കൂട്ടുകാരന്റെ ആഗ്രഹം സഫലാവോ? പ്രസാദം കണ്ടിട്ട് അമ്മു തന്നെ പറ. ചുവന്ന പൂക്കളെന്നെ കിട്ടിയല്ലോ. കൂട്ടുകാരന്റെ ആഗ്രഹം എന്തോ അത് ദേവി നടത്തിത്തരും. ഉറപ്പല്ലേ അമ്മു? ഉറപ്പ്. അമ്മു പറയുന്ന ഉറപ്പാ എന്റെ വിശ്വാസം. ഞാൻ മുമ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം ചേർത്ത് തന്നെ പറഞ്ഞേ. വിളക്ക് തുടയ്ക്കുന്നവൾക്ക് ദീപം വെച്ച് പ്രാർത്ഥിക്കാൻ ഈ കുടുംബവുമായിട്ട് നിനക്കെന്താ ബന്ധം? പൂമുഖത്ത് വിളക്ക് വയ്ക്കുന്നത് പോലെ അല്ല ഇവിടെ. വിളക്ക് തുടച്ചൊരുക്കുന്ന കൈകൊണ്ട് ദീപം വെച്ച ഒരു കുഴപ്പവും വരില്ല. ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നീ ഇന്നും വൈകുന്നേരം കയറി വന്നേ. ഇവിടെ ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതിയോ? ഒരു രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ വീട്ടിലേക്കാ പോയത്. അയ്യോ, ഇവിടെ പറഞ്ഞിട്ട് പോയ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. നാട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടുള്ള നിന്റെ പോക്ക് എവിടേക്കായിരുന്നു? ഈ വീട്ടിൽ താമസിച്ച് നീ ചെയ്യുന്നതിനൊക്കെ ഞങ്ങളാ സമാധാനം പറയണ്ടേ. നിനക്കൊരു വീടുണ്ടെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. ആരുടെ കൂടെ ആയിരുന്നടി നീ ഇന്നലെ രാത്രി? ഇത് പൂജാമുറിയാണെന്ന കാര്യം കവിതച്ച് മറക്കരുത്. ഇവിടെ വച്ച് വേണം എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തരാൻ. നിങ്ങളെ പറ്റി എനിക്ക് പലതും അറിയാം. എന്നിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നു. എന്നെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഊഹിച്ചു പറയുന്നത്? ആഹാ, ഞാനുമായിട്ട് നിന്നെ താരതമ്യം ചെയ്യുന്നോടി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരാളെ സ്വീകരിക്കേണ്ടി വന്നു. ആ ബന്ധം വീട്ടുകാർക്ക് അറിയില്ലെന്നേ ഉള്ളൂ. അയാൾ എന്നെ കാണാൻ വരാറുണ്ട്. അതുപോലെയാണോ നീ പറയുന്ന നുണക്കഥകൾ? നിനക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ എന്തിന് നിന്നെ വേലക്കാരിയായിട്ട് തള്ളിക്കളയണം? നിന്റെ നാവടങ്ങിയോ? ഇനി പറ, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ആരായിരുന്നു നിന്റെ കൂടെ? പറയടി. ഇന്നലെ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയായിരുന്നു. ദൈവത്തെ സാക്ഷിയാക്കി ഒന്നോട് പറഞ്ഞ നീ. ദൈവത്തിന് അറിയാവുന്ന കാര്യം പറയാൻ ഞാൻ എന്തിനു മടിക്കണം? ഒരു പകലും രാത്രിയും ഞാൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന്റെ കൂടെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, രാത്രി ഒരു സ്ഥലത്ത് ഉറങ്ങി. ദൈവം സാക്ഷി, ഇത് സത്യം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അവളെ കാണാൻ ഒരിക്കൽ പോലും വരാത്ത ആരായിരിക്കും അവളുടെ ഭർത്താവ്? ദൈവത്തിന് മുന്നിൽ വെച്ചൊരിക്കലും അവൾ കള്ളം പറയില്ല. അവനെ കണ്ടുപിടിക്കണം. എല്ലാം ഓക്കെ ആയ ഞാൻ പറയാം. നിങ്ങളെല്ലാവരും അപ്പൊ അറിഞ്ഞാ മതി. അത് വിട് കുട്ടികളെ. അതിനേക്കാൾ വലിയ കാര്യ തറവാട്ടിൽ നടക്കാൻ പോകുന്നത്. അതിനെ പറ്റിയല്ലേ സംസാരിക്കേണ്ടത്? മോനെ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ കല്യാണത്തിനുള്ളൂ. നമ്മുടെ ഭാഗത്ത് നിന്ന് ആളുകളെ ക്ഷണിക്കലും ഡ്രസ് എടുക്കലുമാണ് പ്രധാനം. 2 ദിവസത്തിനുള്ളിൽ കല്യാണം ക്ഷണിച്ചു കൊടുക്കണം. എല്ലാം മുത്തച്ഛനും അങ്കളും കൂടി നോക്കിക്കൊണ്ടാ മതി. ഞാൻ താലി കെട്ടാൻ മാത്രം കാണും.
അതെങ്ങനെ ശരിയാവും സഞ്ജു? എല്ലാം ഒരുക്കി കഴിയുമ്പോ താലി കെട്ടാൻ മാത്രം ഓടിവിടുന്ന ഏർപ്പാടേ അത് നടക്കൂല. മുമ്പും അതാണല്ലോ ചെയ്തത്. അത് നാടകമാണെങ്കിൽ ഇത് ജീവിതം. ആ വ്യത്യാസേ ഉള്ളൂ. എടാ, നീ അടുത്ത ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോണം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സച്ചി. അച്ഛനെ മാത്രം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ബാക്കി സ്ഥലങ്ങളിലൊക്കെ മുത്തശ്ശനും അങ്ങളും ഒക്കെ പോയി ക്ഷണിച്ചോളും. അപ്പച്ചമാരെ കൂടെ പോയാൽ മതി. അത് ഞാൻ ഏറ്റു. സഞ്ജു, ഇൻവിറ്റേഷൻ ലെറ്റർ ഡിസൈൻ ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ കൂടി കണ്ട അഭിപ്രായം പറയണം. അപ്പച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എന്റെ കല്യാണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വിട്ടുവന്നിരിക്കും. പോരെ? നീ അവിടെ ഇരിക്കണ മോനെ, കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്. എന്റെ മുത്തശ്ശ, ദേ ഇവൻ കാരണം 2 ദിവസത്തെ വർക്കിലൂടെ വന്നിരിക്കുന്ന. അത് തീർന്നു കിട്ടാൻ തന്നെ നേരം വെളുക്കും. നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് സെറ്റാക്ക്. എനിക്ക് പകരം സച്ചിരിക്കല്ലേ? ഇവൻ പോകുന്നതേ സ്വാതി വിളിച്ച് തൊള്ളാനാ. ഒന്ന് പോടാ. അല്ലേടാ ഇവൻ വെറുതെ. അവനൊന്നിനും പിടിതരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ കവിതേ? എനിക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു വല്യേച്ചി. ഞാൻ ആത്മഹത്യ ചെയ്യും. ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണം? എനിക്കൊരു കുടുംബ ജീവിതം പോലും ഇല്ല. നീ എന്തൊക്കെയായി പറയുന്നത്? അതിന് മാത്രം എന്ത് പ്രശ്നം അവിടെ ഉള്ളത്? ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ദിനേശിനെ സഞ്ജു എന്ന കമ്പനിയിൽ കയറ്റിയോ അന്ന് മുതൽ തുടങ്ങിയതാ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി. നല്ല നിലയിൽ പോയ കമ്പനിയാ. ദിനേശൻ കടന്നുകൂടിയതോടെ കമ്പനിയുടെ ഗുഡ്വില്ല് തന്നെ ഇല്ലാതായി. ഞാനത് ചോദ്യം ചെയ്തതാ ദിനേശിന് ഇഷ്ടക്കേടുണ്ടാക്കിയത്. നക്കാപ്പിച്ച കമ്മീഷൻ വാങ്ങി കമ്പനിയുടെ അസ്ഥിവാരം കുഴിക്കുക ദിനേശൻ. സഞ്ജു ഇതൊന്നും അറിയുന്നില്ലേ? ദിനേശനെ നിലയ്ക്ക് നിർത്താൻ എന്താ അവന് കഴിയില്ലേ? സഞ്ജു ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറിയതിന്റെ കാരണം ദിനേശനാ. അന്ന് സഹികെട്ട് സഞ്ജു ദിനേശിനെതിരെ പൊട്ടിത്തെറിച്ചു. ദിനേശൻ ഇറങ്ങിപ്പോയതോടെ കാവേരി ഓർത്ത് പിന്നെ സഞ്ജു ഒന്നും പറയാതെ. ഇപ്പൊ നിനക്കെന്താ അവനെ കൊണ്ടുള്ള ഉപദ്രവം? എന്നോടുള്ള പെരുമാറ്റം തന്നെ. ദിനേശന്റെ കണ്ണിൽ ഞാനൊരു അവിവാഹിതയാണല്ലോ. അവന്റെ ഇംഗിതത്തിനൊക്കെ ഞാൻ വഴങ്ങിക്കൊടുക്കണമെന്ന്. ആ വീട് ഇത്രയ്ക്ക് അതപ്പതിച്ചോ? അവന്റെ ചെകിടടിച്ചു പൊട്ടിക്കാൻ നിനക്ക് കഴിയില്ലേ? പല വട്ടം ഞാൻ താക്കീത് ചെയ്തതാ. ഇപ്പൊ അവൻ എനിക്കെതിരെ പരസ്യമായിട്ട് അപവാദം പറഞ്ഞു നടക്കുക. ഫോണിൽ ഒരു ക്ലയന്റിനോട് സംസാരിച്ചാൽ അത് എന്റെ രഹസ്യക്കാരനാണത്രേ. നിനക്കിത് കാവേരിയോട് സംസാരിച്ചൂടെ? നിന്റെ അനിയത്തിയല്ലേ അവള്? കൊള്ളാം. അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും അവള് കൂട്ടാണ്. അവൻ പറയുന്നതേ അവള് വിശ്വസിക്കും. എനിക്കിവിടെ ഒരു റോളും ഇല്ലാതായി. ഏത് കുടുംബത്തിലും കാണും ഇങ്ങനെ ഒരുത്തൻ. അവനെ താങ്ങാൻ ഒരു ഭാര്യയും. ഭാര്യ വീട്ടിൽ വന്ന് കിടക്കുന്നതിന്റെ നാണക്കേട് അവളല്ലേ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. എനിക്ക് വീട്ടിൽ ഒരു വിലയില്ല വല്യേച്ചി. ഞാൻ കഷ്ടപ്പെടുന്നതൊക്കെ ഈ കുടുംബത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്ത ആർക്കും ഇല്ല. വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചവളാ ഞാൻ. ആർക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ സമ്പാദിക്കുന്നത്? ഇതിനെല്ലാം അവകാശി വല്യേച്ചിയാ. സച്ചിക്കാണോ? നന്നായി. കൂട്ടുകാരന്റെ വിവാഹമായപ്പോ അങ്ങനൊരു ചിന്ത സച്ചിക്കും തോന്നിയല്ലേ? കല്യാണം ഉടനെ ഉണ്ടോ? എങ്കിലേ നമുക്കെല്ലാം ഒന്നിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. സ്വാതി, വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. സച്ചിക്ക് നമ്മുടെ അമ്മൂനെ ഇഷ്ടമാണ്. കൊറേ നാളായി ഇവൻ ഇതും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ഞാനത് തമാശയായിട്ട് കണ്ടു. പക്ഷേ ഇവൻ സീരിയസാ.
സച്ചി, അവളെ വിട്ടേക്ക്. അത് നടക്കില്ല. അവളൊരു പാപം പെണ്ണ. സച്ചി കോടീശ്വരനും. സച്ചി ഇതും പറഞ്ഞ് അവളുടെ പിറകെ പോകരുത്. സച്ചിയുടെ തമാശ അമ്മുവിനോട് വേണ്ട. സ്വാതി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മു. നിന്നെ അനിയത്തി എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നതല്ലാതെ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് അച്ഛൻ എന്നോട് ചോദിക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഈ ഒരു കാര്യത്തിൽ നീ എതിർക്കുകയാണെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്കൊരു അവകാശവും ഇല്ലെന്ന് ഞാൻ കരുതും. ചേച്ചി, എന്നെ സങ്കടത്തിലാക്കരുത്. എന്റെ കാര്യത്തിൽ ചേച്ചിക്കുള്ള അവകാശം വേറെ ആർക്കുമില്ല. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നതും എന്റെ ചേച്ചി കാരണം. നീ ഇനി എങ്ങനെ ജീവിക്കണമെന്നേ ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. ജീവിത അവസാനം വരെ നിനക്കൊരു കൂട്ട് വേണം. അതെനിക്ക് ചെയ്തേ പറ്റൂ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയുന്നത് കേട്ടാ മതി. എനിക്കൊരു ഭർത്താവുള്ള കാര്യം മറന്നാണോ ചേച്ചി സംസാരിക്കുന്നത്? ഒരു താലി ഞാൻ കഴുത്തിൽ അണിഞ്ഞിരിക്കല്ലേ ചേച്ചി? കഷ്ടം. നിന്നോട് എനിക്ക് സഹതാപമാ തോന്നുന്നത്. കഴുത്തിൽ ഒരു താലി കെട്ടിന്ന് വെച്ച് ഒരാൾ ഭർത്താവില്ലമ്മു. എന്നെ സംബന്ധിച്ച് അയാൾ നിന്റെ ഭർത്താവേ അല്ല. ജീവിതയാത്രയിൽ എപ്പോഴോ കണ്ടു മറക്കേണ്ട ഒരാൾ. അയാൾ ഓടി ഒളിച്ചു. നട്ടലില്ലാത്ത ഭീരുവാണ് അയാൾ. നിന്റെ കഴുത്തി താലി കെട്ടിയപ്പോ ആ ചതിയനെന്താ വീട്ടുകാരെ ഓർക്കാത്തത്? ആദ്യം അയാൾ ചെയ്യേണ്ടത് വീട്ടിൽ പോയി തനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയണം. അവരെതിർത്താൽ ധൈര്യമില്ലാത്തവൻ ഒരു പരീക്ഷണത്തിന് വരരുത്. ഒരു പാവം പെണ്ണിന്റെ ജീവിതമാണ് അയാൾ ചവിട്ടി അരച്ച് കളഞ്ഞത്. അയാളെ കൊന്നു കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ശ്രീകുട്ടി, ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത് ആരെ പറ്റിയാണെന്ന് അവൾ അറിയുന്നില്ല. നീ ഇപ്പോഴും അയാളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നു. എനിക്കറിയാം നീ വെച്ചു പൂജിക്കുന്നതൊക്കെ അയാളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിന്റെ മനസ്സങ്ങനെ ആയിപ്പോയി. അയാളോ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു. അവര് വരച്ചിട്ട വര മറികടക്കാൻ അയാൾക്ക് കഴിയില്ല. ഈ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നിന്നെ അന്വേഷിച്ച് വരാത്തവനെയാ അമ്മു നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്നത്. ഞാൻ ആപത്തിലാവുമ്പോഴെല്ലാം ദൈവദൂതനെ പോലെ അദ്ദേഹം എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ ജീവിതകാലം മുഴുവനും അവളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഉറപ്പാ നൽകുന്നത്. നിന്നെ അയാൾ സംരക്ഷിക്കുന്നുണ്ടോ? നീ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അയാൾ വന്നോ? നീ മറുപടി പറയണം. അദ്ദേഹം വന്നു. എനിക്ക് രക്തം തന്ന് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ. അയാൾ ആരാണെന്ന് നീ ഇനി പറഞ്ഞേ പറ്റൂ. നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വേർപെടുത്തണം. അയാളും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇനിയും മടിക്കാതെ നീ ആ ബീരുവിന്റെ പേര് പറ. ശ്രീകുട്ടി, ഇവൾ ആ മനുഷ്യന്റെ പേര് പറയാൻ മടിക്കുന്നെങ്കിൽ നമ്മളെന്തിനാ ഇവളെ സങ്കടപ്പെടുത്തുന്നത്? എനിക്കത് അറിയണം രാജു. ഇനിയും അർത്ഥമില്ലാതെ ഇവൾ ഈ താലിയും കഴുത്തിലിട്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും കാരണം ഈ താലിയ. അമ്മു, ആദ്യം നീ ഈ താലി അഴിച്ചു വെക്കണം. നിന്റെ ചേച്ചിയാ നിന്നോട് പറയുന്നത്. ജീവനുള്ള കാലത്തോളം ഞാൻ ഈ താലി അഴിച്ചു വെക്കില്ലേ ചേച്ചി? ഞാനിത് എന്റെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല കഴുത്തിൽ അണിയുന്നത്, എന്റെ ഭർത്താവിന് വേണ്ടി കൂടിയാ. അവളുടെ ഒരു ഭർത്താവ്, ആ ദുഷ്ടൻ ഇപ്പൊ മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നുണ്ടാവും. ഇവിടെ ഒരുത്തി ആ വഞ്ചകനെയും സ്തുതിച്ചു കഴിയുന്നു. അയാൾക്ക് വേണ്ടി പറയാൻ നിനക്ക് നാണമില്ലേ? ചേച്ചി ഇനിയും എന്റെ ഭർത്താവിനെ പറ്റി പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യും? ഇനി എനിക്കിത് കേട്ടു നിൽക്കാനാവില്ല.
നീ എന്നോട് തർക്കുത്തരം പറയൂന്ന്, എനിക്കെതിരെ സംസാരിക്കുന്നു, അതല്ലേ നീ പറഞ്ഞത്? എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ നന്മയും കരുതി വന്ന ഞാൻ നിനക്ക് ആരുമല്ലെന്ന്. ഈ കാണുന്ന ഒന്നും അല്ല നീയെന്ന് എനിക്ക് മനസ്സിലായിടി.